ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ നെയ്മർ ജൂനിയറുടെ ക്ലബ്ബായ സാന്റോസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് അത്ലറ്റിക്കോ പാരനൈൻസ് സാന്റോസിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഈ സീസണിൽ മോശം പ്രകടനമാണ് സാന്റോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 4 തോൽവികൾ അവർക്ക് ആകെ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. നെയ്മർ ജൂനിയറുടെ അഭാവം അവരെ വല്ലാത്ത രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ കളിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ തയ്യാറായിരുന്നു. പക്ഷേ അത്ലറ്റിക്കോ പാരനൈൻസിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് മത്സരം നടന്നത്. ഇത് സിന്തറ്റിക് ടർഫാണ്, ആർട്ടിഫിഷ്യൽ ടർഫാണ്. പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നെയ്മർ ജൂനിയർ ഈ മത്സരത്തിൽ കളിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഗാബി ഗോളും ഈ മത്സരത്തിൽ കളിച്ചിട്ടില്ല എന്നുള്ളത് സാന്റോസിന് തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമാണ്. ഏതായാലും അത്ലറ്റിക്കോ പാരനൈൻസിന്റെ ഈ ഗ്രൗണ്ട് അത് വളരെ മോശമായിരുന്നു. അതായത് ആ മത്സരം കണ്ടവർക്കറിയാം, ആ ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥ വളരെ വ്യക്തമാണ്. വളരെ മോശം ഗ്രൗണ്ടിലാണ് സാന്റോസിന് മത്സരം കളിക്കേണ്ടി വന്നത്. ഇതിൽ പരിഹാസം അറിയിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ തന്റെ എക്സിൽ ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഇവിടെ കളിക്കുക എന്നാണ് നെയ്മർ ജൂനിയർ ചോദിക്കുന്നത്. കൂടാതെ ചിരിക്കുന്ന 2 ഇമോജികളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ ഫീൽഡിൽ ഫുട്ബോൾ കളിക്കുക എന്നുള്ളത് ഓൾമോസ്റ്റ് അസാധ്യമായ കാര്യമാണ് എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. 2 ചിരിക്കുന്ന ഇമോജികളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അത്ലറ്റിക്കോ പാരനൈൻസിന്റെ ഈ ഒരു മൈതാനത്ത്, സ്റ്റേഡിയത്തെ നെയ്മർ ജൂനിയർ പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും സിന്തറ്റിക് ടർഫുകൾക്കെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ബ്രസീലിൽ അരങ്ങേറുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടർഫുകൾ അനുവദിക്കാൻ പാടില്ല, എല്ലാ ഗ്രൗണ്ടുകളും നാച്ചുറൽ ഗ്രാസിലേക്ക് മാറ്റണം എന്നാണ് ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. നെയ്മർ ജൂനിയർ ഒരുപാട് കാലമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.